നമസ്കാരം. ആസാമിലെ തിൻസുക്കിയയിലാണ് ഉള്ളത്. ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാണ് തിൻസുക്കിയയിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. ന്യൂ തിൻസുക്കിയ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുന്നിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടെ തന്നെ 2 റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. തിൻസുക്കിയ ജംഗ്ഷനും വിവേക് എക്സ്പ്രസ് ഒക്കെ ഇതുവഴിയാണ് കടന്നു പോകുന്നത്. ഞങ്ങൾ വിവേക് എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യുമ്പോൾ 1ാമത്തെ പാർട്ടിലും 3ാമത്തെ പാർട്ടിലൊക്കെ കാണിച്ച വിനിച്ചേട്ടനില്ലേ, വിനിച്ചേട്ടൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ 2 ദിവസം വിനിച്ചേട്ടന്റെ കൂടെ ആകാന്ന് കരുതിയല്ലേ. നമുക്ക് എന്തായാലും ഈ ഒരു ഭാഗത്ത് ഒരുപാട് സ്ഥലങ്ങൾ കാണാനായിട്ടുണ്ട്. അപ്പം ഇവിടെ അടുത്താണ് വീട്, അടുത്താണ് 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പോകാം. ചേട്ടന്റെ റൂമൊക്കെ വരുന്നത് റെയിൽവേ സ്റ്റേഷനിൽ ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം നടന്നു പോകേണ്ട ദൂരം മാത്രമേ ഉള്ളൂ. ചേട്ടന്റെ ക്വാർട്ടേഴ്സ് ഉള്ള ആ ഒരു ഭാഗത്തേക്ക് ഞങ്ങളിത് നടന്നെത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി വഴിയാണ്, ശാന്തസുന്ദരമായിട്ടുള്ളൊരു പ്രദേശം തന്നെ പറയാം. ഒരു പട്ടി നമ്മൾ തന്നെ നോക്കുന്നുണ്ട്, ഒന്നും ചെയ്യില്ല അല്ലേ, ആ വിശ്വാസത്തിൽ നടന്നു പോവുകയാണ്. പേടിയുണ്ടോ? എനിക്ക് പേടിയൊന്നുമില്ല, ചെറിയൊരു ഭയം. ഇവിടെ ഒരു 3 റൂമുണ്ട്. അതിൽ ഞങ്ങൾക്ക് തന്നത് ചേട്ടൻ ഈ ഒരു മുറിയാണ്, നല്ല വിശാലമായിട്ടില്ല. അത് കഴിഞ്ഞാൽ തന്നെ ഇവിടുന്ന് നോക്കിയാൽ തന്നെ നല്ലൊരു വ്യൂ ഉണ്ട്. ഒരു ചെറിയൊരു ബാൽക്കണി ഉണ്ട് ഇവിടെ. അത്യാവശ്യം നമ്മൾ ആ വഴിയാണ് നടന്നത്. ആ ഒരു പട്ടിക്കുട്ടനില്ലേ, അത് നമ്മളിവിടെ അവിടെ മുതലുണ്ടായിരുന്നു, പാവം പട്ടി. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് പോകാം. ഇതുവഴി വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് അടുക്കള. ചേട്ടനത്താക്ക് എന്തൊക്കെയോ പ്രിപ്പയർ ചെയ്യുക. എന്താക്കുക? നല്ല ചോറൊക്കെ കഴിച്ച് കുറേ ദിവസമായില്ലേ. വിവേക് എക്സ്പ്രസ്സിൽ വന്നതല്ലേ, അതിലാണെങ്കിൽ നല്ല ഭക്ഷണവും ഇല്ല അല്ലേ. പിന്നെ അതുപോലെ റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് ഒന്നുമില്ല, ഒരു കട പോലും ഇല്ല. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ലേ. അപ്പൊ ഞങ്ങൾ രാവിലെ മാഗിയൊക്കെ കൂട്ടിയാണ് അഡ്ജസ്റ്റ് ചെയ്തത്. പിന്നെ അവിടുന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ നേരെ 5 കിലോമീറ്റർ ത്രിപുര ടൗണിലോട്ട് പോകണം. നമ്മുടെ രീതിയിൽ കിട്ടണമെന്നൊന്നുമില്ലല്ലോ. ഇത് ആദ്യം വന്ന ഉടനെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി ചേട്ടൻ ഓൾറെഡി ഇവിടെ നല്ല ചോറും ചിക്കൻ കറി ആക്കിയിട്ടുണ്ടായിരുന്നതാ. ചേട്ടൻ പൊതുവെ പിന്നെ ഇവിടെ നിൽക്കുമ്പോ ഫുഡൊക്കെ കുക്ക് ചെയ്യാറ് സ്വന്തം തന്നെ, വൈഫൊക്കെ എല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും അല്ലേ? മതിയോ? ശരിക്കും പറഞ്ഞാല് നമ്മുടെ കേരളം വിട്ട് നോർത്ത് ഇന്ത്യ ഒക്കെ പോകുന്ന സമയത്ത് ചോറും കറിയും കിട്ടാൻ വല്ലാതെ രീതി എല്ലാരും കൊതിക്കും കേട്ടോ. തീർച്ചയായിട്ടും. ശരിക്കും പറഞ്ഞാല് ലോങ് യാത്ര ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ഇതിനോട് കൂടുതൽ ഒരു എന്താ പറയാ ടേസ്റ്റ് തോന്നിക്കുക. നമ്മളെ പോലെ ഇവർക്കുണ്ടല്ലോ, ഇത് ആഗ്രഹിച്ചാറുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ കുക്ക് ചെയ്തിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സൗകര്യം ഇല്ലല്ലോ. അതാണ് ഭയങ്കര ഇത്. ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ്. ഇത് ഇവിടെ തന്നെ വണ്ടിയുണ്ട്. ഈ ചെറുക്കനെ ഇവിടെ ഉണ്ട്. മറ അല്ലെങ്കിൽ പോവും, അതിൻ്റെ അടിയിൽ പോവും. അയില്ല. ആ ഓക്കെ. നമ്മളിപ്പോ ഫസ്റ്റ് എവിടത്തേക്കാ പോകുന്നത്? നമുക്ക് ഇവിടെ ഒരു ഗുഹിജാൻ, ഒരു ബ്രഹ്മപുത്ര ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് പോയി വരാം. എത്ര കിലോമീറ്റർ ഉണ്ട്? അപ്പൊ 10 കിലോമീറ്റർ. അതിന് മുന്നേ തന്നെ നല്ല തേയിലത്തോട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം അല്ലേ. പോയിട്ട് വരാം. ഈ ചെറുക്കനെ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ മഴക്കാലത്തൊക്കെ എങ്ങനെ ഈ ഭാഗത്ത് വെള്ളമൊക്കെ കയറുമോ? ഇല്ല, ഇവിടെ കേറാറില്ല. ഈ ബ്രഹ്മപുത്ര നദിയുള്ള ആ ഒരു കുറച്ച് ഭാഗത്ത്. ഓ, ഈ ഭാഗത്ത് കൂടുതലും ഇവിടെയുള്ള ലോക്കൽസ് ആണ്. ഇവിടുത്തെ റോഡുകളൊക്കെ പൊതുവെ എങ്ങനെയാണ്? ഇതുപോലെ തന്നെ. എന്നാലും ഹൈവേ ഒക്കെ പിന്നെയോ കുഴപ്പമില്ല അല്ലേ. കുണ്ടും കുഴിയുള്ള റോഡ് വഴി നമ്മളിത് താണ്ടി പോവുകയാണ്. അതാണോ മെയിൻ റോഡ്? നമ്മളിപ്പോൾ കുറേ യാത്ര ചെയ്തു. ഈ ഭാഗത്തെ ഇതൊക്കെ ഉണ്ടല്ലോ ഇന്റർലോക്കാണ്, ടാറല്ല. ഒരുപാട് പോകുന്നു. ഇവിടെയൊക്കെ കാണാം. ഈ ഭാഗത്തൊക്കെ ഒരുപാട് തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആ ഭാഗത്തേക്ക് പോവാം. നല്ലൊരു സ്ഥലം വരാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ വന്ന കുറേ വഴികളുണ്ട്. അതൊക്കെ ഒരുമാതിരി പൂട്ടി പിടിച്ച ഭാഗങ്ങളാണ്. റോഡായാലും അങ്ങനെ തന്നെയാണ്. ഇവിടെ എത്തുമ്പോൾ പിന്നെയും കുഴപ്പമില്ല. ഈ ഡിസംബർ ജനുവരി മാസം ഏറ്റവും കൂടുതൽ തണുപ്പുണ്ടാവും ഇവിടെ. ഏറ്റവും ആ ഒരു ജനുവരി സമയത്ത് തന്നെയാണ്. ഞങ്ങള് നോർത്ത് ഈസ്റ്റിലേക്ക് കഴിഞ്ഞ തവണ വന്നത് ഡിസംബർ ആ ഒരു ലാസ്റ്റ് ആണ്. ഇവിടുത്തെ വണ്ടി ഓടിക്കുന്ന നല്ല റഷ് ഡ്രൈവേഴ്സ് തന്നെ അല്ലേ? അതായത് നമ്മള് നോക്കിയും കണ്ട് ഓടിച്ചില്ലെങ്കിൽ പണി കിട്ടും എന്തായാലും. ഈ ബ്രഹ്മപുത്ര നദീന്റെ ആ ഒരു ഭാഗങ്ങൾ കാണാൻ നമ്മൾ പോകുന്നുണ്ടല്ലോ.
നമ്മൾ താമസിക്കുന്ന അവിടുന്ന് 10 കിലോമീറ്റർ ആണ്. ഒന്നെങ്കിൽ നമുക്ക് ഇപ്പോൾ ചേട്ടൻ്റെ ഈ വണ്ടി ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ എങ്ങനെയാ പോവാ? ഷെയർ വണ്ടിയൊക്കെ കിട്ടും അവിടെ? വണ്ടി കിട്ടൂല, ബസ് സൗകര്യം ഉണ്ട് അങ്ങോട്ട്? ഇല്ല. അപ്പൊ പ്രൈവറ്റ് വണ്ടി ആക്കിയിട്ട് തന്നെ പോകേണ്ടി വരും. ഇതാകുമ്പോ പിന്നെ നമുക്ക് എല്ലായിടത്തേക്കും പോവാലോ. ഇവിടെ ഓട്ടോയിൽ ഇതാ പുറകിലൊക്കെ ഇരുന്നിട്ടാണ് ആൾക്കാർ പോകുന്നത്. ആ ഓട്ടോയിൽ മിനിമം എന്തായാലും ഒരു 6-7 ആൾക്കാരുണ്ടാവും. എന്തായാലും അതിൽ കൂടുതലുണ്ടാവും. ഇത് തൊട്ട് മുന്നിൽ കാണുന്നത് മൊത്തം തേയില തന്നെയാണ്. ആസാം വഴിയൊക്കെ ഡ്രൈവ് ചെയ്ത് പോകാൻ നല്ല സുഖമാണ്. ഇളം തണുപ്പ്, പിന്നെ ഇതൊക്കെ കാണാൻ തന്നെ ഒരു നല്ല ഭംഗിയാണല്ലോ. ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാം. ഇത് ഏക്കറുകളോളം വ്യാപിച്ച് നിൽക്കുന്ന ഒന്നാണ്. ഓരോരോ ഭാഗത്തായിട്ടാണ് നമുക്കിത് കാണാനായിട്ട് സാധിക്കുക. ഇവിടെ ഇപ്പം ഇന്റർലോക്കാണ്. ഇത് ഈ ഭാഗത്തുണ്ട്. നളിനി ടീ എസ്റ്റേറ്റ്, അതാണ് ആ കണ്ടത്. അസാമിലെ ഗുയിജാൻ എന്ന ചെറിയൊരു പട്ടണം. ഇടുങ്ങിയ വഴികളാണ്. ഓട്ടോ സ്റ്റാൻഡാണ് ഇവിടുത്തെ. ഏത് ഭാഗം നോക്കിയാലും പൊല്യൂട്ടഡ് ആയിട്ടാണ് ഉള്ളത്. വഴിയോരങ്ങളിൽ മുഴുവനും മരങ്ങൾ തന്നെയാണ്, നല്ല തണലാണ്. ഈ കാണുന്നതൊക്കെ ആൾക്കാർ താമസിക്കുന്ന വീടുകളാണ്. ഷീറ്റൊക്കെ ഇട്ട് വാതിലിന് പകരം ഇതൊരു തുണി വെച്ച് മറച്ചിട്ടാണുള്ളത്. ഗുയിജാൻ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇവിടെ ഇതാ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ബ്രഹ്മപുത്ര ഉള്ളത്. നമുക്ക് ഇതുവഴിയൊക്കെ നടന്നിട്ട് പോകാനുള്ള വഴിയൊക്കെ ഉണ്ട്. എന്ത് വീതിയാണെന്ന് നോക്കി. ഇവിടെ ബ്രഹ്മപുത്ര നദീൻ്റെ തീരത്ത് നിന്ന് മൃതദേഹം ദഹിപ്പിക്കുന്ന ചടങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം. ഇവിടെയാണ് ആ ഒരു ദഹിപ്പിക്കുന്ന ഒരു ഭാഗം. അപ്പോൾ അവിടെ ദഹിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു അവശിഷ്ടങ്ങളൊക്കെ ജസ്റ്റ് ഇതുവഴിയൊക്കെ ഇങ്ങനെ പോയി നേരെ ആ ഒരു നദിയിലോട്ടാണ് പോകുന്നത്. അത് നമുക്ക് കറക്റ്റായിട്ട് കാണാം. അപ്പോൾ ഒരുപാട് പേരെ ദഹിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ ആ ഒരു ചെറിയൊരു അവശിഷ്ടമൊക്കെ അവിടെ എന്തായാലും കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു ചാരം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. നേരെ ഈ ഒരു നദിയിലോട്ടാണ് കറക്റ്റായിട്ട് പോകുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഭാഗങ്ങൾ ഈ ഭാഗത്ത് തന്നെ ഉണ്ട്. അതിൻ്റെ ഒരുപാട് പൂജകളൊക്കെ ഈ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഓരോരോ കാഴ്ചകൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ അങ്ങ് ഇതിലൂടെ ഒരു ബോട്ട് പോകുന്നുണ്ട്. ബ്രഹ്മപുത്ര നദി എന്ന് പറയുന്നത് ഇന്ത്യയിലെ കൂടിയും ബംഗ്ലാദേശിലെ കൂടി ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികളൊന്നാണ്. അതുമാത്രമല്ല ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട നദികളിലൊന്നാണ് ബ്രഹ്മപുത്ര. ഇത് ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൻ്റെ ഭാഗത്താണ്, അതായത് ടിബറ്റിലെ. അപ്പോൾ അവിടെ ഈ നദി അറിയപ്പെടുന്നത് യർലുങ് സാങ്പോ എന്ന പേരിലാണ്. പിന്നീട് അരുണാചൽ പ്രദേശ്, അതായത് നമ്മുടെ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നത്, അവിടെ സിയാങ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. പിന്നീട് അരുണാചലിൽ നിന്ന് നേരെ ആസാമിലേക്ക് വരും. ആസാമിലത്തെ ഒരുപാട് നഗരങ്ങളിലെ കൂടെ ഈ ബ്രഹ്മപുത്ര ഒഴുകുന്നുണ്ട്. അതായത് നമ്മുടെ ദിബ്രുഗഡ്, തെസ്പൂര്, ജൊറാഹട്ട്, അതുപോലെ തന്നെ നമ്മുടെ ആസാമിൻ്റെ ക്യാപിറ്റലായ ഗുവാഹട്ടി ഭാഗത്തെ കൂടെ തന്നെ ഈ പറഞ്ഞ ബ്രഹ്മപുത്ര ഒഴുകുന്നുണ്ട്. അപ്പോൾ ഈ ആസാമിലെ കൂടെ ബ്രഹ്മപുത്ര ഒഴുകുമ്പോൾ തന്നെ പല സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ കണക്ക് പ്രകാരമാണ് ഇതിൻ്റെ വീതി വരുന്നത്. അപ്പോൾ ഇവിടെ എനിക്കൊന്ന് അത്രമാത്രം നമുക്കൊരു വീതി ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നില്ല. നമ്മളെ ദിബ്രുഗഡ് പോകുന്ന സമയത്ത് അവിടെ കുറച്ചും കൂടി ഉണ്ട്. നമ്മുടെ ബോഗിബിൽ ബ്രിഡ്ജിൻ്റെ ഭാഗത്തൊക്കെ പറഞ്ഞാൽ ഒരു 4-5 അതിൻ്റെ മുകളിലേക്കാണ് അതിൻ്റെ ഈ നദിയുടെ വീതി വരുന്നത്. ഇപ്പോൾ നമ്മുടെ സറൈഘട്ട് ബ്രിഡ്ജിൻ്റെ അവിടെ ഒരു 1.49 കിലോമീറ്ററായി വരുന്നുണ്ട്. അതുപോലെ തന്നെ നരനാരായണ സേതു നമ്മൾ റെയിൽ വഴി കടക്കുന്ന സമയത്ത് അവിടെ 2 കിലോമീറ്ററിൻ്റെ മുകളിൽ വരുന്നുണ്ട്. അപ്പം വ്യത്യസ്തമായ സ്ഥലത്താണ് ഇതിന് വീതി വരുന്നത്. അതുപോലെ തന്നെ ഈ ആസാം ഭാഗത്ത് ഫ്ലഡ് ഉണ്ടാകുന്നതിൽ മുഖ്യ ഒരു പങ്ക് വഹിക്കുന്നത് ഈ നദി തന്നെയാണ്. കാരണം അത് നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ കഴിയുന്നല്ലോ. കാരണം അത്രമാത്രമാണ്. നമ്മൾ സിൽച്ചർ വേറെ നദിയാണ്. ആസാം എല്ലാ സ്ഥലത്തും ഫ്ലഡ് വരുന്നൊരു പ്രദേശമാണ്. അപ്പോൾ ഈ ഒരു കാരണമാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് ജമുന എന്ന പേരിലാണ്. അപ്പം അതിൻ്റെ ഒരു
ഒഴുക്ക് പറയുകയാണെങ്കിൽ ഇവിടുന്ന് നേരെ ബംഗ്ലാദേശിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വിശാലമായ ഗംഗാ ഡെൽറ്റയുണ്ട്. അവിടെ വെച്ചിട്ട് ഇത് ഗംഗാ നദിയായിട്ട് ലയിക്കുന്നത്. ഗംഗാ നദി അവിടെ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് പത്മ എന്ന പേരിലാണ്. അപ്പം എന്ത് ചെയ്യുക, അതിൽ ലയിച്ചിട്ട് നേരെ മേഘ്ന നദിയായിട്ട് പോയിട്ട് നമ്മുടെ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. അങ്ങനെയാണ് ഈ പറഞ്ഞ നമ്മുടെ ബ്രഹ്മപുത്രേൻ്റെ ഒരു ദിശ വരുന്നത്. ബ്രഹ്മപുത്ര നദി തീരത്തൂടെ ഞങ്ങൾ രണ്ടുപേരും നടന്നു പോവുകയാണ്. ഇനിയിപ്പോൾ ഈ നദി ഭാഗത്തുനിന്ന് തേയിലത്തോട്ടത്തിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് പോവാം. അത് തൊട്ടടുത്ത് തന്നെയാണ്. ഈ ഭാഗത്താണ് ഇനി തേയില. റോഡ് വഴി നടന്നുകൊണ്ട് തന്നെ ഇതൊക്കെ കാണാം. ഇതാ തൊട്ട് മുന്നിലായി ഈ രണ്ട് ഭാഗത്തും ഉണ്ട്. നല്ല വഴി, നല്ല തണുപ്പ്, എന്തുകൊണ്ട് നല്ല അന്തരീക്ഷം. ശരിക്കും ഈ തേയിലക്കൊക്കെ നല്ല തണുപ്പ് തന്നെയാണ് വേണ്ടത്. അതെന്തായാലും ഇവിടെ ഉണ്ട്. അല്ല, അത് നമ്മുടെ ഊട്ടിയിൽ, അതായത് നീലഗിരി ഭാഗത്തേക്ക് നമ്മുടെ മൂന്നാറൊക്കെ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു തണുപ്പുണ്ടല്ലോ. തീർച്ചയായും ആ ഒരു തണുപ്പ് എന്തായാലും ഇവിടെ കിട്ടുന്നുണ്ട്. അതെ അതെ, നമ്മുടെ വയനാട് ആ ഭാഗത്തേക്ക് കുറച്ച് മുകളിലോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഈ ഇതൊക്കെ കാണാൻ വേണ്ടി സാധിക്കുമല്ലോ. ഇത് ഇവിടെ ഒരു ഷെഡൊക്കെ ഉണ്ട്. ഞങ്ങൾ അധികം അതിക്രമിച്ച് കയറുന്നൊന്നുമില്ല, കാരണം ഇതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. നമ്മളിവിടെ മാത്രമേ വരുന്നുള്ളൂ, അതായത് ഈ റോഡ് സൈഡിലുള്ള ഭാഗം. പിന്നെ അതിൻ്റെ അകത്തേക്ക് അധികം കയറി പോകുന്നത് ഒരിക്കലും സേഫ് അല്ല, കാരണം നല്ല തണുപ്പാണ്. ഇഴജീവികൾ എന്തായാലും ഉണ്ടാവും, നല്ല വിഷപ്പാമ്പുകളൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ നവി. അത് മാത്രമല്ല, അങ്ങനല്ല, നമ്മൾ അങ്ങനെ വെറുതെ കയറിപ്പോണ്ട കാര്യമില്ല, നമുക്കൊക്കെ കണ്ടാൽ മാത്രം മതി. തീർച്ചയായിട്ടും ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ ഇവിടുന്ന് കാണാമല്ലോ. എന്തായാലും നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നമുക്ക് എന്തായാലും കാണാൻ പറ്റി. ഇത് അവിടെയൊക്കെ വീടുകളുണ്ട്, അതൊക്കെ ഈ ഭാഗത്തെ ലോക്കൽസൊക്കെ താമസിക്കുന്ന ഒരു വീടുകൾ തന്നെയാണ്. അവിടെ ആൾക്കാരെ കാണാം. ഈ തേയിലയായിട്ട് ബന്ധപ്പെട്ട് പണിയെടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ ആകാം അവിടെ. പിന്നെ ഇതിൻ്റെയൊക്കെ നടുഭാഗത്ത് ഒരുപാട് മരങ്ങളൊക്കെ കാണുന്നില്ലേ, അതെന്താ ഭംഗിയല്ലേ, നോക്കിയേ. നല്ല രീതിയിൽ തന്നെ അത് ആ ഒരു ഫ്രെയിമിൽ കിട്ടുന്നില്ലേ. എന്തായാലും ഈ തേയില ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ആരും ഇല്ലാത്ത സമയത്ത് രാത്രിക്ക് ഈ മരത്തിൻ്റെ ഒരു വ്യൂ കാണണം. ശരിക്കും പേടിയാവും, പ്രേതങ്ങളൊക്കെ വന്നിരിക്കുന്ന സ്ഥലം. പേടിയുണ്ടാവേ? അവിടെ മരത്തിന്റെ കീഴിലായിട്ടുണ്ടല്ലോ പ്രേതത്തിനെ പേടിയുണ്ടാ? അത് പോട്ടെ, ഉണ്ടാ? എനിക്ക് പേടിയൊന്നും, ചെറിയൊരു പേടി രാത്രിക്ക്. ഞാൻ ഒരു ഉപദ്രവം ചെയ്തിട്ട് പിന്നെ എന്തിനാണ് ഞാൻ പേടിക്കേണ്ട കാര്യം? പിന്നെ ഇവിടെ ഈ മരത്തിൻ്റെ ഇവിടെ കുറച്ച് സ്ത്രീകളൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ആ ഭാഗത്ത്. ഒന്നെങ്കിൽ ചടങ്ങായിരിക്കാം. ആയിരിക്കാം. പിന്നെ നമ്മൾ വണ്ടിയൊക്കെ നിർത്തിയത് അങ്ങ് ആ ഭാഗത്താണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടല്ലോ, നേരെ വണ്ടി എടുത്ത് അടുത്തൊരു ഭാഗത്തോട്ട് പോവാം. വൈകുന്നേരം 4:30ആയി. ഇവിടെ ഇപ്പം തന്നെ ഇരുട്ട് വന്ന് തുടങ്ങി. ഒരു 5 മണിയാകുമ്പോൾ നല്ല ഇരുട്ട് വരും. ഞങ്ങളിനിപ്പോൾ നേരെ തിൻസുക്കിയയിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതേ വഴി തന്നെയാണ്. പിന്നെ പോകുന്ന വഴിക്ക് തന്നെ കുറച്ച് ആർമി ക്യാമ്പുകളൊക്കെ ഉണ്ട്. ഗ്രൗണ്ടൊക്കെ ഉണ്ട്, അവിടെ നിന്ന് ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട്. സമയം 5 മണിയായി. ഇതേ നമുക്കൊരു സ്കൂട്ടറൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഒന്ന് ടൗൺ ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് മാർക്കറ്റ് ഏരിയയിലേക്ക് ഒന്ന് പോകാമെന്ന് കരുതി. മറ്റേ ചേട്ടൻ ഇതാ വണ്ടിയിലുണ്ട് കേട്ടോ. അപ്പൊ മുന്നിൽ നമ്മുടെ വിനിച്ചേട്ടൻ പോകും, അതുപോലെ തന്നെ ഞാനും മനുവും ഈ സ്കൂട്ടറിൽ കയറിപ്പോ. 2 പേർക്ക് ഹെൽമെറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഹെൽമെറ്റ് മസ്റ്റ് ആണ് കേട്ടോ ഇവിടെ. പോവാ. സമയം അധികമൊന്നും ആയിട്ടില്ല കേട്ടോ, വെറും 5 മണി കഴിഞ്ഞതേ ഉള്ളൂ. 5:10 ആ ഒരു സമയം. നമ്മുടെ ന്യൂ തിൻസുക്കിയ റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ചയാണിത്. ഉച്ചയ്ക്ക് ഈ വഴിയാണ് ഞങ്ങൾ നടന്നു വന്നത്. നല്ല ലേറ്റൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് അവിടെ കിടക്കുവാണ്. അപ്പം നോർത്ത് ഈസ്റ്റിൻ്റെ എല്ലാ സ്ഥലത്തും പോയി കഴിഞ്ഞാൽ ഇതേ അവസ്ഥയാണ് കേട്ടോ. എന്താ പറയുക, 5 മണി കഴിയുമ്പോൾ തന്നെ നല്ല ഇരുട്ട് വരും. ഇവിടെ റെയിൽവേ ഹെറിറ്റേജ് പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട്. അതായത് അവിടെ പഴയ ലോക്കോമോട്ടീവ്സ് ഒക്കെ ഉണ്ട് അവിടെ. സ്കൂട്ടറൊക്കെ പാർക്ക് ചെയ്തിപ്പോൾ ടിൻസുക്കിയ ജംഗ്ഷൻ, നേരത്തെ കണ്ടത് ന്യൂ ടിൻസുക്കിയ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ആണല്ലോ. ഇത് മറ്റൊരു സ്റ്റേഷൻ, അതായത് പഴയ സ്റ്റേഷൻ. അപ്പോൾ ബുക്കിംഗ് ഓഫീസൊക്കെ നേരെയാണ്. അപ്പോൾ ഇവിടെയാണ് കുറച്ച് ക്രൗഡഡ് ആയിട്ടുള്ളത്. നേരത്തെ ന്യൂ ടിൻസുക്കിയനെക്കാട്ടിയും ക്രൗഡഡ് ഭാഗം ഇവിടെയാണ്. പിന്നെ ഇവിടെ തന്നെ ഒരു മാർക്കറ്റ് ഉണ്ട്, ഡെയിലി മാർക്കറ്റ്. അപ്പോൾ അവിടത്തേക്കിന് അടുത്തത് പോകാം അല്ലേ? അവിടത്തേക്ക് പോകണം. അതുപോലെ തന്നെ നമ്മളിവിടെ എന്താ പറയുക, വേറൊരു സുഹൃത്തു കൂടി ഉണ്ട്. അപ്പോൾ ഇത് ഈ ചേട്ടൻ്റെ ഇവിടത്തെ ഒരാളാണ്. പരിചയപ്പെടുത്തിക്കോ, ചേട്ടൻ എന്നെ പരിചയപ്പെടുത്തിക്കോ. അത് ഫ്രണ്ടാണ് നമ്മളെ ചന്ദൻ.
ബീഹാറിലാണ് വീട്. ബീഹാറിൽ. ബീഹാറിൽ എവിടെയാണ്? ബീഹാറിൽ ഗയ ഭാഗത്താണ്. ഗയന്നൊരു 4 മണിക്കൂർ. അപ്പോൾ നമ്മളിങ്ങനെ വൈകിട്ട് ഈ ഒരു ടിൻസുക്കിയ ടൗണിലേക്ക് കൂടി നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ മാർക്കറ്റിൽ അങ്ങോട്ട് പോവാം. ഇത് ഇവിടുത്തെ വെജിറ്റബിൾ മാർക്കറ്റാണേ. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് കരുതി തക്കാളി എടുക്കുക. നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു വഴുതന കാണാൻ പറ്റുമോ മാർക്കറ്റിലെല്ലാം? കാരണം അതുപോലെ തന്നെ 2 ടൈപ്പ് ഇതുണ്ടോ, ഇത് വലിപ്പത്തിൽ, പിന്നെ മറ്റൊന്നുണ്ടോ ഇതെല്ലാം നീളമുണ്ട് വഴുതന, 2 വഴുതനയാണ്. പിന്നെ അങ്ങനെ പല തരത്തിലുള്ള പച്ചക്കറികൾ ഇവിടെ ഉണ്ട്. ഇവിടെ കിട്ടാത്തായിട്ടൊന്നും ഇല്ല കേട്ടോ, പച്ചക്കറിയിൽ എല്ലാ ടൈപ്പ് സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഇതിന്റെ വേറൊരു ഭാഗമുണ്ട്, അവിടെ നമുക്ക് ഷോപ്പിംഗ് ചെയ്യേണ്ട ഡ്രസ്സുകളാണ് കൂടുതലായിട്ടുള്ളത്. നമ്മളിവിടെ ചിക്കൻ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നേ. രാത്രിയൊക്കെ ഒരു കോഴിനെ വാങ്ങിച്ചിട്ട് പോവാന്ന് കരുതി. ഇതൊക്കെ ഇപ്പൊ ഫ്രഷ് ആയിട്ട് മുറിച്ച് വെച്ചതാണ്. 1.5 കിലോ കോഴി വാങ്ങിച്ചു, 160 രൂപയാണ് ആയത്. ഇവിടെ തന്നെ മീൻ മാർക്കറ്റും കൂടെ ഉണ്ട് കേട്ടോ. ഇത് ഇവിടേക്ക് വെറൈറ്റി മീനുകളാ, നല്ല വിലയുണ്ട് ഇതിനൊക്കെ. ഈ ഭാഗത്താണ് നമ്മളിപ്പോൾ വന്നത്. ഇനിയിപ്പോൾ ഇതുവഴി ഇറങ്ങി പോവാം. ഇതാണ് ഡെയിലി മാർക്കറ്റ്. നമുക്ക് എല്ലാ തരത്തിലുള്ള സാധനങ്ങളും ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് പോവാം. ഇവിടുത്തെ പ്രധാനപ്പെട്ടൊരു മാർക്കറ്റാണിത്. ഇവിടെ ഡൽഹിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്ന പല മാർക്കറ്റുകളുണ്ടാവുമല്ലോ, സരോജിനി മാർക്കറ്റ്, അതുപോലൊക്കെ ഒരു അടിപൊളി മാർക്കറ്റ്. ചെരുപ്പും അതുപോലെ തന്നെ ഡ്രസ്സുകളൊക്കെയാണ് ഇവിടെ കിട്ടുന്നത്. ബാഗ് എല്ലാം ഉണ്ട്. നമുക്ക് വാങ്ങിച്ച് പോകാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഫസ്റ്റ് നടന്നു വന്ന റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തെ ഒരു റോഡിലേക്ക് ഇവിടെ നിന്ന് കയറുകയാണ്. അതിനുശേഷം നമുക്കൊരു ചായ കുടിക്കണം, ഒരു സ്പെഷ്യൽ ചായ. റിച്ച് ടീന്നാ ഇവിടെ നിന്നാണ് ചായ കുടിക്കുന്നത്. ഇത് വല്ലാത്തൊരു സംഭവമാണ്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു മെഷീൻ കാണുന്നത്. ഗ്ലാസ് വളരെയധികം ചെറുതാണല്ലേ നവി? അത് മാത്രമല്ല, ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ക്വാണ്ടിറ്റി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുടിച്ചു കഴിയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള പോലത്തെ ചായ അല്ല, വേറെ എന്തൊക്കെ ചേർക്കുന്നുണ്ട്. ഒരു വെറൈറ്റി ടേസ്റ്റ് അല്ലേ? ഒരു മസാല. കാരണം നമ്മൾ കേരളം വിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ പല സ്ഥലത്ത് കിട്ടുന്ന ചായ വ്യത്യസ്തമാണല്ലോ. ഈ ചായ ഇതിലേക്ക് ആക്കുന്നത് കണ്ടോ? നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. അത് പിടിച്ച് തിരിക്കി വന്നിട്ട് അതിന് ചായ പുറത്തേക്ക് വരുന്നുണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓൾറെഡി ചായ ഉണ്ട്. ഞങ്ങളൊരു ബേക്കറിൽ കയറിയിരിക്കുകയാണേ. ഇതൊരു പലഹാരമാണ്, നാരിയൽ എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം. പിന്നെ ഇത് ഡൊക്ല എന്ന് പറഞ്ഞിട്ട്, അതായത് ഇതുണ്ടോ ഒരു വെറൈറ്റി ടേസ്റ്റാ. ഇതുണ്ടല്ലോ ഇത് നമ്മൾ ഉപ്പുമാവില്ലേ അതുപോലെ എടുക്കുന്ന പോലെ തോന്നുന്നേ, നല്ലൊരു വെറൈറ്റി ടേസ്റ്റ്. നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ചില്ലേ, ആ ബേക്കറിൻ്റെ തൊട്ട് മുന്നിലായി തന്നെയാണ് ഗുരുദ്വാര വരുന്നത്. എല്ലാം ഒരു സർക്കിളിലാണ്. ഇതാ ഈ ഭാഗത്തായിട്ട് ഇവിടെ തന്നെയായിരുന്നു നേരത്തെ ചായയും വന്ന് കുടിച്ചത്. തിരിച്ച് വീട്ടിലെത്തി സാധനമൊക്കെ വാങ്ങിയിട്ട് നമ്മളെ മാർക്കറ്റിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. രാത്രിയിലേക്കുള്ള ഭക്ഷണത്തിൻ്റെ തയ്യാറെടുപ്പാണ്. ചേട്ടൻ അരിയൊക്കെ എന്താ പറയുക അടുപ്പത്ത് കഴുകി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതുപോലെ ചേട്ടനാണ് ചിക്കൻ ഉണ്ടാക്കുക. ചേട്ടൻ ചിക്കൻ നല്ല രീതിയിൽ ഉണ്ടാക്കും. ഉച്ചക്ക് വെച്ച കറി അടിപൊളിയായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ തക്കാളിയും സവാളൊക്കെയാണ് അരിയുന്നത്. സമീപം 7 മണി കഴിഞ്ഞതേ ഉള്ളൂ. ഈ വീഡിയോ എന്തായാലും എൻ്റെ അമ്മ കാണും. ആ സമയത്ത് പറയാനുള്ളത്, വീട്ടിൽ നിന്ന് ഞങ്ങൾ ഒരു ഹെൽപ്പ് പോലും ചെയ്യാറില്ല, ഇവിടെ വന്നാൽ ഇതൊക്കെ ചെയ്യണല്ലേ. അല്ല, ചില സമയങ്ങളിൽ ഉണ്ട്, പക്ഷെ ചെയ്യാറുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ എന്താ പറയാ, പിന്നെ വല്ലപ്പോഴൊക്കെ നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ ആക്കുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതെ. പക്ഷെ ഇതൊക്കെ നമ്മൾ ചെയ്ത് പഠിക്കണം. ഇപ്പൊ അടുത്തത് ഉള്ളി എന്തായാലും നബി കളഞ്ഞു തരും. അത് പിന്നെ മിക്കവാറും ഇതാണ് ഏറ്റവും വലിയ ടാസ്ക്. സവാള ഇത് കഴിയുമ്പോൾ മിക്കവാറും എന്താ പറയാ കരഞ്ഞ് അല്ലേ ഒരു ഇതാവും. സവാള ഗിരി നവി അങ്ങനെ ഇതാ സവാള കട്ട് ചെയ്യാണ്. തക്കാളി സുഖമായിട്ട് മുറിച്ച് ലാസ്റ്റ് സവാള മുറിക്കാൻ എൻ്റെ കയ്യിൽ. പക്ഷെ ഒരു സവാള ഞാനാണ് കേട്ടോ കട്ട് ചെയ്തത്. അത് ഞാൻ വിട്ടില്ല. അധികമൊന്നും ആക്കുന്നില്ല കേട്ടോ, കുറച്ച് ആക്കുന്നില്ല. നമ്മുടെ 3 പേരല്ലേ ഉള്ളൂ. അപ്പോൾ 2 തക്കാളി 2 ഉള്ളി മാത്രമാണ് എടുത്തത്. പിന്നെ കുറച്ച് പച്ചമുളകും ഉണ്ട്. അങ്ങനെ രാത്രിക്കുള്ള ഭക്ഷണം ഇവിടുന്ന് കഴിക്കുകയാണ്. നല്ല ചൂട് ചോറും ഉണ്ട്, ചിക്കൻ കറിയും ഉണ്ട്, പിന്നെ ചേട്ടൻ്റെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈയും കൂടി ഉണ്ട്. ചിക്കൻ ഫ്രൈ ഒക്കെ ഇവിടുന്ന് അങ്ങനെ ആക്കാറുണ്ട് അധികം. കൂടുതൽ ചിക്കൻ ഫ്രൈ ആണ് ആക്കാറ്. അതെ അല്ലേ? എല്ലാം വളരെ വേഗത്തിലായിരുന്നു. ശരിക്കും നമ്മൾ പെട്ടെന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ ആക്കിയതാണ് ഇതൊക്കെ. അങ്ങനെ ഇവിടുന്ന് 2ാമത്തെ തവണയും ചോറ് കഴിക്കുകയാണ്. നല്ല ചൂട് ചിക്കൻ കറി. ഭക്ഷണമൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ ഞങ്ങളുടെ കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ട്. അത് ഇവിടുത്തെ വാഷിംഗ് മെഷീൻ ഉണ്ട്, അതിലിട്ട് നനക്കണം. അതിനുശേഷം കിടന്നുറങ്ങും.
അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇത്രത്തോളമാണ്. ഇനിയിപ്പോൾ നാളെ രാവിലെ മുതൽ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 9 മണിയായേ. ഞങ്ങളിപ്പം ഈ ചേട്ടൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ഹോസ്പിറ്റലിലാണ്, റെയിൽവേൻ്റെ ആയിരുന്നു. പിന്നെ നേരെ അങ്ങോട്ടേക്ക് രാവിലെ ഞങ്ങൾ നടന്നിട്ട് പോവുകയാണ്. ഇന്നലെ രാത്രിക്ക് ഇവിടെ മഴയുണ്ടായിരുന്നു. രാത്രി കിടന്നുറങ്ങിയ ആ സമയത്തല്ലേ പെട്ടെന്നായിരുന്നു എന്താ പറയുക, മഴ പെട്ടെന്ന് വന്നത്. അതുകൊണ്ട് ഇന്ന് നല്ല മഴയായിരിക്കും പ്രതീക്ഷിച്ചത്. പക്ഷെ രാവിലെ ആകുമ്പോൾ തന്നെ കാലാവസ്ഥ അടിമുടി മാറി. നല്ല കാലാവസ്ഥ. ഇപ്പം നല്ല ഇളം തണുപ്പ്. ഇവിടെയാണ് റെയിൽവേൻ്റെ ഹോസ്പിറ്റല്. ഇവിടെയാണ് ഈ ചേട്ടൻ വർക്ക് ചെയ്യുന്നത്. ഇവിടെയാണ് OP ഒക്കെ. ഇന്നലെ രാത്രി ഇതുവഴിയാണ് സ്കൂട്ടർ ഓടിച്ചിട്ട് പോയത്. അതായത് ന്യൂ തിൻസുക്കിയ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. AS എന്നാണ് അസാമിൻ്റെ രജിസ്ട്രേഷൻ. AS 23 തിൻസുക്കിയിലത്തെ രജിസ്ട്രേഷൻ നമ്പർ. പക്ഷേ ഈ ഭാഗത്തൊക്കെ നല്ല പൊടിയാണ്, ഒരു പൊടി പിടിച്ച ഏരിയ. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് തന്നെയാണ് പോകുന്നത്. ഒരു ബസ്സൊക്കെ വരുന്നത്. ഇവിടെ നിന്ന് തന്നെ രാത്രിക്ക് ഇന്നലെ പോകുന്ന സമയത്ത് ദീമാപൂരിലേക്കൊക്കെ ബസ് ഉണ്ടായിരുന്നു, പ്രൈവറ്റ്. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. ഒരാൾക്ക് 20 രൂപയാണ് ആയത്. അപ്പോൾ ഇതാ ഇവിടെ മുതലാണ് തുടങ്ങുന്നത്. ഇന്ത്യൻ റെയിൽവേ എന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു വെൽക്കം ബോർഡ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവഴി നടക്കാം. സിമാൻത്ത് റെയിൽ ജംഗ്ഷൻ. ഇവിടെ ചെറിയൊരു ട്രെയിനൊക്കെ ഉണ്ട്. പിന്നെ അതുവഴി നേരെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ അവിടെ ഒരു വെറൈറ്റി ലോക്കോമോട്ടീവുകളൊക്കെ ഉണ്ട്. പിന്നെ ഇതിലൂടെ ചെറിയ ട്രാക്കൊക്കെ പോകുന്നുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് വന്നൊക്കെ ഇരിക്കാം കേട്ടോ. നല്ല ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ആ ഒരു പഴയ ലോക്കോമോട്ടീവുകൾ. അതുപോലെ തന്നെ നമ്മുടെ ആസാമിൽ മാത്രം കാണപ്പെടുന്ന ഒരു മൃഗമാണ് കാണ്ടാമൃഗം. അതിൻ്റെ ആ ഒരു ചെറിയൊരു സ്റ്റാച്ചു നമുക്കിവിടെ കാണാം. നമ്മൾ നേരത്തെ അവിടെ നിന്ന് കണ്ട ആ ഒരു ലോക്കോമോട്ടീവ് ഇല്ല, അതിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു വിവരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ MG സ്റ്റീം ലോക്കോമോട്ടീവ് മീറ്റർ ഗേജ്, ഇതിൻ്റെ പേര് വരുന്നത് ജോയ്മതി എന്നാണ് കേട്ടോ. അതായത് 1957 വെസ്റ്റ് ബംഗാളിലെ ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് ആണിത് നിർമ്മിച്ചിട്ടുണ്ടായത്. അതുപോലെ തന്നെ ഉണ്ടല്ലോ ഈ മീറ്റർ ഗേജ് ഇല്ലേ, ഇത് വെച്ചിട്ട് 1957 ആ സമയത്ത് ഈ ലംഡിങ് തിൻസുക്കിയ ഡിവിഷനിൽ ഒരുപാട് സേവനമൊക്കെ ഈ പറയുന്ന ലോക്കോമോട്ടീവ് കൊണ്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പം കാണാൻ വല്ലാത്തൊരു ഫീൽ തന്നെയല്ലേ. നല്ല ലുക്കല്ലേ ഇത് കാണാനല്ലേ. ഇതിൻ്റെ ആ ചക്രമൊക്കെ നോക്കിയേ, അടിപൊളിയല്ലേ. 2 ലോക്കോമോട്ടീവുകളും ഇതാ തലയെടുപ്പോട് കൂടി ഇവിടെ നിൽക്കുകയാണ്. ഇത് YDM 4 ആണ്. ലംഡിങ് ലോക്കോമോട്ടീവ് ഷെഡിൻ്റെ കീഴിലായിരുന്നു ഇത് ഉണ്ടായിരുന്നത്. ഇതാ ലംഡിങ് എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കാണുന്നതില്ലേ, ഇത് ഡീസൽ നിറക്കാനുള്ള ആ ഒരു ഭാഗമാണ്. പിന്നെ ഇതിൻ്റെ എൻജിൻ റൂമൊക്കെയാണ് ഈ ഭാഗത്ത്. പിന്നെ ഇതിൻ്റെ കുറച്ച് ടെക്നിക്കൽ ഡാറ്റ ഇവിടെ ഉണ്ട്. അതിൻ്റെ ആ ഒരു മാക്സിമം സ്പീഡും ഇത് എത്ര ടണ്ണാണ് ഉള്ളതെന്നും. ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് 3000 ലിറ്ററാണ്. അതുപോലെ തന്നെ ചെറിയൊരു ഭാഗമായിട്ട് ഇതാ ഇവിടെയുണ്ട്. പിന്നെ ഈ ഭാഗത്തേക്ക് ഇനി വരുവാണെങ്കിൽ ഇവിടെ ഒരു കോച്ചാണുള്ളത്. പഴയ TSK എന്ന് പറയുന്നത് ടിൻസുക്കിയൻ്റെ ഒരു കോഡാണ്. ന്യൂ ടിൻസുക്കിയ റെയിൽവേ സ്റ്റേഷൻ്റെ അല്ല, ഓൾഡ്. അതായത് നമ്മളിനിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ അവിടത്തേക്ക് പോകും എന്തായാലും. അപ്പോൾ ഇതാണ് ഇത് AC കോച്ചാണ്. ഇത് നോർമൽ നമ്മുടെ നോൺ AC കോച്ച്. ആ ഒരു പഴയ കാലത്ത് ആ പ്രൗഢിയുള്ള നല്ല ആ ഒരു തലയെടുപ്പോട് കൂടി നിൽക്കുന്ന ഒരു AC ചെയർ കാറ്. എന്തായാലും നല്ലൊരു അടിപൊളി ഭാഗം തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്ക് ആ ഭാഗത്തേക്ക് പോകാനുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഇതിൻ്റെ അകത്ത് അതിൻ്റെ ആ ഒരു ഓടിക്കുന്ന ആളുടെ ഒരു ഇതൊക്കെ കണ്ടതാ. ഞാൻ ആദ്യം വിചാരിച്ചു ഒറിജിനലാണെന്ന്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് മറ്റൊരു ഭാഗത്തോട്ട് പോവാം. ഈ റെയിൽവേ ഹെറിറ്റേജ് പാർക്കിൽ വ്യത്യസ്തമായ ലോക്കോമോട്ടീവുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു പഴയ കാലത്തെ ആ ഒരു ചക്രങ്ങൾ കണ്ടതാ. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നല്ല പുഷ് ചെയ്യും. അതായത് നമ്മുടെ നീലഗിരി മൗണ്ടൻ റെയിൽവേ ഇല്ലേ, നമ്മുടെ ഡാർജിലിങ്, അതിൻ്റെയൊക്കെ സെയിം ഒരു ലോക്കോ തീമിൽ വരുന്ന തന്നെയാണ്. MG സ്റ്റീം ലോക്കോ, അതായത് ഇത് ആവി എഞ്ചിനാണ്. അതിൻ്റെ ചെറിയൊരു ഡീറ്റെയിൽസ് അവിടെ ഇതാ കൊടുത്തിട്ടുണ്ട്.
ആ ഒരു പഴയ കോച്ചും അവിടെയുണ്ട്. അവിടെയും ഒരു കോച്ചുണ്ട് ഇതാ ആ ഭാഗത്ത്. ഇത് ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ ആണ്, DHR. അതിൻ്റെ ചെറിയൊരു ബോർഡൊക്കെ ഇവിടെ ഉണ്ട്. ഈ കോച്ച് ആ ഒരു ഭാഗത്തേക്ക് ഉള്ളതാണ്. ഞങ്ങൾ ഇതുവരെ ഡാർജിലിംഗ് ആ ട്രെയിനിൽ ഇതുവരെ കയറിയിട്ടില്ല. എന്തായാലും കയറും. എന്തായാലും അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയാണല്ലോ അല്ലേ? അതായത് നമ്മുടെ സിലിഗുഡി ന്യൂജൽപേഡിയിൽ നിന്ന് ഡാർജിലിംഗ് ഭാഗത്തേക്കാണ്. എനിക്ക് തോന്നുന്നു 1000-1500 രൂപയാണ് അതിന്റെ ടിക്കറ്റ് ചാർജ് വരുന്നത്. നമ്മൾ കയറിയിട്ടില്ല, ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോഴും ഭയങ്കര തിരക്കെന്നാണ്. അതിൻ്റെ ഒരു കോച്ചിൻ്റെ ഒരു ലേഔട്ടൊക്കെ ഇങ്ങനെയാണ്, 2x1 ആണ്. നാരോ ഗേജ് ലോക്കോമോട്ടീവ് ആണ് ഈ തൊട്ട് മുന്നിലായി കാണുന്നത്. അതായത് നമ്മുടെ ഡാർജിലിംഗ് ട്രെയിൻ ഇല്ലേ, അതിൻ്റെ ആ ഒരു സ്റ്റീം ലോക്കോയാണ് ഈ തൊട്ട് മുകളിലായിട്ട് ഇങ്ങനെ ഉയർത്തി വെച്ചിട്ടുള്ളത്. അതായത് പിന്നെ ആ ലോക്കോമോട്ടീവ് ഇല്ല, ആ 2 സംഭവം ഇല്ലേ, അതിന്റെ പേര് പറഞ്ഞത് ഹെറിറ്റേജ് ബ്രിഡ്ജ് പില്ലറാണ്. നമുക്കിതുവഴി ഇതാ നടന്ന് കണ്ടിട്ട് തന്നെ വരാം. അതിൻ്റെ ഒരു മുൻ വ്യൂ ഇതാ ഇവിടെ നിന്നാണ്. അടിപൊളിയല്ലേ? അതാ മുകളിൽ തന്നെ ആക്കി നിർത്തിയത് നല്ലൊരു ലുക്കാണ്. ഇന്നലെയാണ് തിൻസൂക്കിയിൽ എത്തിയത്. അതിനുശേഷം നമ്മുടെ സ്വന്തം വിനിച്ചേട്ടൻ്റെ അടുത്തേക്ക് പോയി നല്ല അടിപൊളി ഭക്ഷണം കിട്ടി. ഈ വിനിച്ചേട്ടൻ ഇവിടെ ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടുത്തെ ഒന്നെങ്കിൽ റൂം എടുക്കും, അല്ലെങ്കിൽ റിട്ടയർ റൂമോ അതോ എടുത്തിട്ട് ഇവിടുത്തെ ഒരു ഫുഡൊക്കെ ആയിരുന്നു കഴിക്കേണ്ടത്. ഇതാകുമ്പോൾ നമ്മളെ വീട്ടിൽ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് അതുപോലെ തന്നെ നല്ല അടിപൊളി ഭക്ഷണം ഞങ്ങൾക്ക് കിട്ടി. അതായത് ഈ റെയിൽവേ സ്റ്റേഷൻ പുറത്ത് ഹോട്ടലുകളൊക്കെ കുറവാണ്, ഇവിടുത്തെ ടൈപ്പ് ഫുഡായിരിക്കും കിട്ടുക. നമുക്ക് ഒരിക്കലും അതെന്ന് പറയാൻ അഡാപ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ പറ്റണമെന്നില്ലല്ലോ. ഇതാകുമ്പോൾ നമ്മൾ തന്നെ പാചകം ചെയ്തു, നമ്മളൊക്കെ വീഡിയോയിൽ കുറച്ച് പരിമിതപ്പെടുത്തിയിട്ട് മാത്രം അതൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ഒരുപാട് നല്ലൊരു എന്താ പറയാ, നമ്മുടെ ലൈഫിൽ തന്നെ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. കാരണം ഇനിയിപ്പം ഈ ഭാഗത്ത് തന്നെ നമുക്ക് തിരിച്ചു പോകുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് നല്ല വിഷമമാണ്. അത് ഇല്ലതുപോലെ പറയാം. നമുക്ക് ചേട്ടനെ പിന്നെ കോൺടാക്ട് ചെയ്യാം, പക്ഷെ ഈ ഒരു സ്ഥലമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഭയങ്കര വല്ലാതെ ഒരു ഇമോഷൻ ആയി പോകുന്നു. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു പട്ടിക്കുട്ടനില്ലേ, ഭയങ്കര പാവല്ലേ, പാവം. അതും നല്ല രീതിയിൽ നമ്മൾ ഇണങ്ങിന്ന് പറയാം. കാരണം നമ്മൾ കഴിച്ച ഫുഡിന്റെ ബാക്കി എല്ലും കഷ്ണങ്ങളൊക്കെ കൊടുത്തവനായിരുന്നു. നല്ല സൗകര്യം. പിന്നെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഭയങ്കര പെരുമാറാണ്. ഇന്നലെ വീട്ടിൽ കണ്ട ഒരു ബീഹാറിലത്തെ ഒരു ചേട്ടനെ കണ്ടല്ലോ. അതിനുശേഷം നമ്മളെ ആ താഴെയിലെ പിന്നെ ആൾക്കാരല്ലേ എല്ലാവരും നല്ല ആൾക്കാർ കേട്ടോ. പിന്നെ ഈ ഒരു സ്ഥലമില്ലേ, ഇതിന്റെ പേര് തിൻസുക്കിയ എന്നാണ് ശരിക്കും. നമ്മള് ടിൻസുക്കിയ എന്നൊക്കെ പറയും, അത് നമ്മൾ നേരത്തെ പറഞ്ഞത് അങ്ങനെയാണ്. കാരണം പറയുമ്പോൾ വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. തീർച്ചയായും. എന്താ പറയാ, വിനിച്ചേട്ടൻ ഇപ്പം നമ്മുടെ കൂടെ ഇല്ല, ചേട്ടൻ ഇപ്പം ഡ്യൂട്ടിയിലാണുള്ളത്. അപ്പോൾ തിൻസുക്കിയൻ്റെ കാഴ്ചകളെല്ലാം എനിക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പം ഇനിയിപ്പോൾ അടുത്ത ദിവസം ഞങ്ങളൊരു കിടിലൻ സ്ഥലത്തേക്കാണ് പോകുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയുടെ കിഴക്കേ ഭാഗത്തുള്ള അവസാന റെയിൽവേ സ്റ്റേഷൻ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അത് വരും ദിവസങ്ങളിൽ നിങ്ങൾ വീഡിയോ എന്തായാലും കാണും. അപ്പോൾ അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ബൈ.